guys, welcome back to our channel. ഇന്ന് നമ്മൾ ഒരു quick easy dessert ഉണ്ടാക്കാൻ പോവാണ്. So, let's get started. Guys, നമ്മൾ ഒരു പാത്രം എടുക്കണേ. അതിനകത്ത് ഞാൻ ഇച്ചിരി പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 4 cups ഓഫ് പാൽ എടുത്തിട്ടുണ്ട്. അത് ചീരി കഴിഞ്ഞിട്ട് നമ്മളിലെ അത് ചീര കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രം എടുക്കണം കേട്ടോ. ആ പാത്രത്തിനകത്ത് നമ്മൾ 4 tablespoons of cornflour and 1 cup of milk എടുത്തിട്ടുണ്ട്. അതെടുത്ത് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കുഞ്ഞു കുഞ്ഞു പീസസ് ഒന്നും ആവല്ലോ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിക്കൻ ക്രീം എടുക്കും കേട്ടോ. അത് എടുത്തിട്ട് നമ്മൾ മിൽക്ക് ഒഴിച്ചിട്ട് ഒഴിക്കുക. അതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ കോൺഫ്ലവറും മിൽക്കും നമ്മൾ മിക്സ് ചെയ്തേ അതും എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അത് എടുത്തിട്ട് കണ്ടുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ഇനി ആവണം കേട്ടോ. അന്നെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീയിലോട്ട് ഇടുന്നുണ്ട്. ആ തീയിലകത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇച്ചിരി നമ്മൾ മിക്സ് ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ക്രീം ചീസ് എടുക്കും. ക്രീം ചീസ് എടുത്തിട്ട് ഞാൻ ഇരുന്നുണ്ട്. ആ പാത്രം ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് അലക്കുന്നുണ്ട്. അത് അലക്കി കഴിഞ്ഞിട്ട് അതിനിപ്പോഴത്തെ ക്രീമി ആകുമ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഗൈസ് നമ്മൾ പാത്രം എടുക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഫെനി സ്മാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനില്ലേ അതിനൊക്കെ ബട്ടർ ഗീ ഇതാട്ടോ അത് ഇട്ടിട്ട് ഞങ്ങൾ ഒരു വലിയ പാത്രം എടുത്തിട്ട് ആ ഫെനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ട്. അത് ഇട്ടിട്ട് എല്ലായിടത്തും ഞങ്ങൾ ഈക്വലായിട്ട് ഇട്ടിട്ടുണ്ട്. ഈക്വലായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഗൈസ് ഒരു നമ്മൾ മറ്റേ ക്രീം എടുത്തിട്ടുണ്ടില്ലേ അതെടുത്തിട്ട് ഇന്ന് മുകളിലോട്ട് നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇതുണ്ട് ഗൈസ്. ഞാൻ ഇത് എല്ലായിടത്തും ഞാൻ ഇത് ഈക്വലി ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് ഈക്വലി സ്പ്രെഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മളിൽ ഫെനി നമുക്ക് ഇനി ലെഫ്റ്റ് ഓവർ ഇരിക്കുന്നത് അത് ഫുള്ള് നമ്മൾ ആ ക്രീമിന് മുകളിലോട്ട് ഇതിട്ടോ. അതെല്ലായിടത്തും നമ്മൾ ഈക്വലി ഇത് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അത് ആ കുനാഫ നമ്മൾ അവനിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ഇപ്പം തന്നെ റെഡി ആവട്ടോ. സോ ഗൈസ് ഇതിൽ നല്ല റെസിപ്പിയാണ്. പിന്നെ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നല്ല ഈസി റെസിപ്പി ആട്ടോ ഗൈസ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.